എവരിബഡി, അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? അപ്പം ഇന്ന് വന്നിട്ടൊരു നൈറ്റ് വ്ലോഗ് എടുക്കാമെന്ന് വിചാരിച്ചിട്ടോ. നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് അൽബദാൻ പാർക്കിലാണ്. അപ്പോൾ ഭയങ്കര രസമായിരുന്നു അവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ തന്നെ. ഫാമിലി ആയിട്ടൊക്കെ പോകാൻ ഭയങ്കര രസമാണ്. കാരണം ഫാമിലിയൊക്കെ പോയി നമ്മൾ തമാശയൊക്കെ പറഞ്ഞ് നല്ല രസം തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ കയറുമ്പോൾ നമുക്ക് അവിടെ ഒരു ഓഫറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതനുസരിച്ച് നമുക്കൊരു പച്ച ടാഗൊക്കെ കിട്ടി. അപ്പോൾ കയ്യിൽ ആ ടാഗൊക്കെ കിട്ടിയിട്ട് വേണം നമ്മൾ എൻജോയ് ചെയ്യാനും. ഓരോ റൈഡുകളിലും നമ്മൾ കയറുമ്പോഴും ആ ടാഗ് യൂസ് ചെയ്തിട്ട് മാത്രം നമുക്ക് റൈഡുകളിലൊക്കെ കയറാൻ പറ്റുള്ളായിരുന്നു. ഭയങ്കര രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ എല്ലാ സങ്കടങ്ങളും കാര്യങ്ങളൊക്കെ മറന്ന് ഭയങ്കര എൻജോയ് ചെയ്യും നമ്മൾ ശരിക്കും പറഞ്ഞാൽ. അങ്ങനെ നമ്മൾ അവിടെയുള്ള ഓരോ റൈഡുകളിലും കയറി നമ്മൾ ഇതുപോലെ കയ്യിലുള്ളത് സ്കാൻ ചെയ്തിട്ട് നമ്മൾ ഓരോ റൈഡ്സിലും കാര്യങ്ങളിലൊക്കെ കയറി ഫ്ലൈറ്റിലൊക്കെ കയറി നല്ല രസമായിരുന്നു. കുറച്ച് ഹൈറ്റിൽ നിന്നൊക്കെ നോക്കുമ്പോൾ ആദ്യമൊക്കെ ഒരു പേടി ഉണ്ടായിരുന്നു, പിന്നെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മൾ റോളർ കോസ്റ്ററിൽ കയറി. റോളർ കോസ്റ്ററിൽ കയറുമ്പോൾ ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഗൈസ്. എനിക്കൊന്ന് കൂവിക്കൊളാക്കി. പിന്നെ നമ്മളൊരു കറങ്ങുന്ന സാധനത്തിൽ കയറിട്ടോ. അതിൽ കയറുമ്പോൾ എനിക്ക് ഫുള്ള് തല ഇറങ്ങിയിരിക്കണം ഗൈസ്. ഭയങ്കരമായിട്ട് തല ഇറങ്ങി വോമിറ്റിംഗ് ഒക്കെ ഫീൽ ചെയ്തിരുന്നു. പിന്നെ ഒരു കാർ റൈഡ് ഉണ്ടായിരുന്നു, അതിന് പോയി. അതുപോലെ തന്നെ കുറച്ച് ജോക്കർ ഷോ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ ഭയങ്കര ക്രൗഡായിരുന്നു. ഫ്രൈഡേ ആയതുകൊണ്ടാന്ന് തോന്നുന്നു നല്ല ക്രൗഡ് ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ റോളർ കോസ്റ്റർ ഒന്ന് കയറി പിന്നെയും കയറാൻ തോന്നി. സ്കെയറിയാണ്, ബട്ട് സ്റ്റിൽ എനിക്ക് ഇഷ്ടമായി. അപ്പോൾ ഞാൻ പിന്നെയും കയറി. പിന്നെ വേറൊരു കാർ റൈഡ് ഉണ്ടായിരുന്നു, അങ്ങനെ അവിടെയും കയറി. ഇതൊക്കെ കഴിഞ്ഞപ്പോൾ വിശന്ന് ഗൈസ്. അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു, ഇവിടെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള മന്തി വേൾഡിലേക്ക് വിട്ടു. അവിടെ ചെന്നിട്ട് മന്തിയും മജ്ബൂസും ഒക്കെ ഓർഡർ ചെയ്തു. എന്നിട്ട് നല്ല അടിപൊളിയായിട്ട് തട്ടി ഗൈസ്. കൊണ്ടുവന്നപ്പോൾ ഇത്ര ഉണ്ടെങ്കിലും ഞങ്ങൾ ഫിനിഷ് ചെയ്തപ്പം ഇതെല്ലാം എങ്ങോട്ട് പോയി പോലെ അറിയില്ലായിരുന്നു. അങ്ങനെയാണ്, നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് താഴെ വന്നപ്പോഴോ നല്ല ഐസ്ക്രീംസ്, വെറൈറ്റി ഐസ്ക്രീംസ് ഉണ്ടായിരുന്നു. പിന്നെ ഒന്നും നോക്കിയില്ല, ഐസ്ക്രീം ഓർഡർ ചെയ്തു. എല്ലാവരും അതെ ഫാമിലിയായിട്ട് ഐസ്ക്രീമൊക്കെ കഴിച്ച് ഞങ്ങൾ വീട്ടിലെത്തുമ്പോഴാണ് ഒരു കാര്യം ഓർത്തത്, വീട്ടിലെ പാലില്ല എന്നുള്ളത്. അപ്പം നാളത്തേക്ക് രാവിലെ ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പാലില്ലാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, നടന്നിട്ട് തൊട്ടടുത്തുള്ള ഒത്തൈമിൽ പോയി. ഒത്തൈമിൽ പോയിട്ട് അവിടെ നമ്മൾ പാല് കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്ത് നേരെ വീട്ടിൽ പോയി. അപ്പം അത്രേ ഉള്ളൂ. തെറ്റാ.